കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഏത് ബൂത്തിലാണ് നിൽക്കുന്നത്? കാഴ്ചകൾ എങ്ങനെയാണ് അവിടെ വിഷ്ണു? ഞാൻ പറവൂർ നഗരസഭ 21-ാം വാർഡിലെ 1-ാം ബൂത്തിലാണ് നിൽക്കുന്നത്. ഈ ബൂത്തിനൊരു പ്രത്യേകതയുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വോട്ട് ചെയ്യാനെത്തുന്ന ബൂത്താണ്. കേസരി കോളേജിലാണ് ഈ ബൂത്ത് സ്ഥിതി ചെയ്യുന്നത്. വലിയ തിരക്കൊന്നും രാവിലെ അനുഭവപ്പെടുന്നില്ല. ഏകദേശം ഒരു 10-ൽ താഴെ ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. പോളിംഗ് ഏജന്റുകളൊക്കെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ മോക്ക് പോളൊക്കെ പൂർത്തീകരിച്ചു. അല്പസമയത്തിനകം, ഇനി ഏകദേശം ഒരു 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ, അതിനുശേഷം വോട്ട് എടുപ്പ് ആരംഭിക്കും. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ, എറണാകുളത്തുള്ള എല്ലാ മുന്നണികളും. എറണാകുളത്തെ ഒരു ചിത്രം, ആകെ ചിത്രം ഇങ്ങനെയാണ്. 2220 വാർഡുകളിലായി 7374 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ജില്ലയിലാകെ 111 തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത്. 82 ഗ്രാമപഞ്ചായത്തുകൾ, 14 ബ്ലോക്ക് പഞ്ചായത്തുകൾ, അതോടൊപ്പം തന്നെ 14 മുനിസിപ്പാലിറ്റികൾ, ജില്ലാ പഞ്ചായത്തിലേക്ക് 28 ഡിവിഷനുകൾ, കോർപ്പറേഷനിലേക്ക് 76 വാർഡുകൾ. അങ്ങനെയാണ് ഈ പോരാട്ടത്തിൻ്റെ ഒരു ചിത്രം. അതിൽ ആരെല്ലാമാണ് ഇനി തിരിച്ചു പിടിക്കാനും അതോടൊപ്പം തന്നെ വിട്ടുപോയകൾ നിലനിർത്താനും, ഈ തദ്ദേശ സ്ഥാപനങ്ങൾ നിലനിർത്താനും ഒക്കെ പോകുന്നതെന്ന് അറിയാനായിട്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പരമാവധി പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് വോട്ടർമാരെ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇത് രാവിലെ മുതൽ തന്നെ എല്ലാ മുന്നണികളും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 75% എറണാകുളത്തെ ഒരു പോളിംഗ് നിരക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അത് താരതമ്യേന എറണാകുളത്തെ സംബന്ധിച്ചൊരു ഹൈ പോളിംഗ് ആണ്. ഇത്തവണ അതിൽ കൂടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായി നോക്കിക്കാണുന്നത്. ശരി, വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. വിഷ്ണു നിൽക്കുന്ന ആ ബൂത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വോട്ട് രേഖപ്പെടുത്താനെത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.